അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ സുഖാണ്. മക്കൾക്ക് എക്സാം ആണ്, ഇപ്പോൾ ഉച്ചയ്ക്ക് വരും. ഉപ്പാൻ്റെ സർജറിയുടെ കാര്യം കുറേ പേര് ചോദിച്ചായിരുന്നു. ഉപ്പാൻ്റെ സർജറി ഇന്ന് ബ്ലഡ് അറേഞ്ച് ചെയ്യാൻ സഹോദരൻ പോയിട്ടുണ്ട് ആളിനെയും കൊണ്ട്. മിക്കവാറും ബുധനാഴ്ച ആയിരിക്കും സർജറി, അറിയില്ല. പിന്നെ റമദാനൊക്കെ എങ്ങനെ പോകണുണ്ട്. ഇതാ ഒരാഴ്ചയും കൂടെ കഴിയുമ്പം നമുക്ക് പെരുന്നാളാവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരു കാര്യം പറയാനുണ്ട്. മസ്റുമോള് മുത്തുമോനും മിച്ചുമോനും ഒരേപോലെ ഒരു ഉമ്മ വാപ്പ മക്കളായിട്ടാണ് ഞാൻ ഇതുവരെ വളർത്തിയത്. നിങ്ങൾ ഒന്നിൻ്റെയും പേരിൽ വിഷമിക്കേണ്ട കേട്ടാ. കാരണം എന്ന് വെച്ചാൽ എനിക്കില്ലാത്ത ഒരു ദുഃഖം കുറച്ച് പേര് കമൻറ്റിലൂടെ പറയണുണ്ട്. ആ കമൻറ്റൊന്നും ഞാൻ പിൻ ചെയ്ത് വെക്കുന്നില്ല. കാരണം ഞാൻ ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ച് ഒരാളെ മോശമായ രീതിയിൽ പറയില്ല. കാരണം എന്താണെന്നറിയാമോ, ഇവർ ഒരു ഉമ്മ വാപ്പ മക്കളായിട്ടാണ് ഞാൻ വളർത്തിയിട്ടുള്ളതും ഇതുവരെ അവർ വളരുന്നതും. പക്ഷേ മസ്റുമോളെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. മുത്തുമോനും ആൺകുട്ടികൾ പെൺകുട്ടികളെക്കാട്ടിയും കുരുത്തക്കേടാണ്. കാരണം ആൺകുട്ടികൾ ഭയങ്കര കുരുത്തക്കേടാണ്. രണ്ടുപേരും സെയിം പ്രായക്കാരാണെങ്കിൽ ഓട്ടോമാറ്റിക് കുരുത്തക്കേട് ഉണ്ട് അവർക്ക്. അവർ കുറച്ചുകൂടെ കഴിയുമ്പം ഓക്കെ ആവും. നമ്മുടെ മക്കളെ നല്ലതാക്കിയല്ലേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. പിന്നെ അള്ളാൻ്റെ തീരുമാനമാണ്, നമ്മളെ ജീവിതമൊക്കെ അള്ളാൻ്റെ തീരുമാനമാണ്. പിന്നെ സിലൂത്ത വീഡിയോ ചെയ്ത് അൽഹംദുലില്ലാ 10 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞ് എങ്ങനെ ആയാലും ഒരുപാട് മലയാളികളും ഒരുപാട് പ്രവാസികളും എല്ലാവരും കൈകോർത്ത് അൽഹംദുലില്ലാ നമ്മുടെ സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരുപാട് പേരെ സർജറി, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേരെ പരിചയപ്പെടാൻ, ഒരുപാട് വീടിൻ്റെ ആവശ്യങ്ങൾ, ഒരുപാട് ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയൊക്കെ കൊടുക്കാൻ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് കണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഒരു തെറ്റ് മാത്രം കണ്ട് ഒരാളെ പിടിക്കാതെ അവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശരിയുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം ഈ ലോകത്ത് എത്രയോ പേരുണ്ടെന്നറിയാമോ പേര് വഴി കിടന്നുറങ്ങുന്നത്. പക്ഷെ ആരെ കണ്ണിൽ പെടുന്നില്ല, അത് നമ്മുടെ തെറ്റല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാനും ഷാജിയും തമ്മിൽ ഉള്ള കാര്യം, നമ്മൾ തമ്മിലൊരു വാക്ക് തർക്കമോ വേറെ പ്രശ്നമോ ഒന്നുമില്ല. അവർക്ക് 5 മക്കൾ, എനിക്ക് 3 മക്കൾ. അവരെ അൽഹംദുലില്ലാ അവരേതാ ഇഷ്ടത്തിന്. നിങ്ങൾ നമ്മുടെ ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയാണ് എന്നുള്ള കണ്ണിൽ കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നുന്നത്. നമുക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ ആരെയും അടിമയല്ല. പിന്നെ ആ മക്കളെ നോക്കാൻ ആരെങ്കിലും അൽഹംദുലില്ലാ വരെയാണെങ്കിൽ ഹൈറ്. കാരണം അവർ അത്രയും പേരെ വളർത്തിയെടുക്കാൻ നല്ല പാടുണ്ട്. അതുപോലെ ഈ 3 മക്കളെ നമ്മൾ വളർത്തിയെടുത്തത്, നമ്മൾ വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, നമുക്ക് ഒരുപാട് ടെൻഷനുകളുണ്ട്. ഒരു ഉമ്മയും ഉപ്പയും ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് സഹകരിച്ച് നിൽക്കും ചിലപ്പോൾ മക്കൾ, ചിലപ്പോൾ അവർക്ക് പല അവസ്ഥകൾ വരും. നമുക്ക് നോക്കാൻ ആരില്ല. ഇത്രയും കാലവും ഞാൻ അനുഭവിച്ചു, പൂട്ടിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം പോയി. അപ്പോൾ ഷാജിയും ഞാനും തമ്മിലുള്ള കാര്യം പറഞ്ഞാൽ അള്ളാ, അതിന് ഭർത്താവ് മരണപ്പെട്ടു പോയി. എൻ്റെ ജീവിതം ഇങ്ങനെ. അതിന് 5 മക്കളുണ്ട്. ഈ 5 മക്കളെ പ്രാപ്തി എത്തിക്കുക, അവരെ വിദ്യാഭ്യാസം ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മക്കൾ വളർന്നു വരിക, ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ഇതൊക്കെ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ആരെ മുമ്പ് അവരൊരു സർജറിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ ഞാനൊരു വീടിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ആ കണ്ണിൽ കാണുന്നതാണ് നിങ്ങളുടെ തെറ്റ്. അതുമാത്രമല്ല, എനിക്ക് യൂട്യൂബിൽ നിന്നല്ല വീട് വന്നതെന്ന് ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷംസു മക്കളെ കാര്യം വന്നിട്ട് എനിക്കില്ലാത്ത ഒരു ദുഃഖം നിങ്ങൾക്ക് വേണ്ട. കാരണം എന്ന് വെച്ചാൽ ഈ അപമര്യാദയായിട്ട് പറയുന്നവരടുത്താണ് പറയണത്. ഞാനിത് പലതവണ ആവർത്തിച്ചതാണ്. അള്ളാഹു ഓരോരുത്തർക്കും ഓരോ തീരുമാനവും ഓരോ വിധിയും വെച്ചിട്ടുണ്ട്. എൻ്റെ വിധി ആയിരിക്കില്ല നിങ്ങളെ വിധി. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും റബ്ബ് തരും. നമുക്ക് ഉള്ള സൗഭാഗ്യത്തിൽ നമ്മൾ അൽഹംദുലില്ലാ സന്തോഷമായിട്ട് ജീവിക്കണേണ്. പിന്നെ നിങ്ങളുടെ തെറ്റ് കണ്ടുപിടിക്കാൻ നിന്നാൽ അതിനെ നേരമുള്ളൂ. കണ്ടൻറ് ഇല്ലാണെങ്കിൽ മസ്റൂറ ഫാത്തിമാനെയും ഷാജിയെയും പിടിച്ചാൽ കണ്ടൻറ് കിട്ടുമെന്ന് നിങ്ങളെ ഒരു ധാരണയുണ്ടല്ലേ, ആ ധാരണ തെറ്റാണ്. കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും. കാരണം നമ്മളെ ഈ അവസ്ഥ, ഈ 3 മക്കളെയൊക്കെ വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നാലേ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ നമ്മുടെ മക്കളുടെ കാര്യം താറുമാറാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമുക്ക് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് നമുക്ക് ഒരു കല്യാണാലോചന അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ അന്ന് നിങ്ങൾ കൊണ്ടുവരണ്ട. കാരണം നമ്മളെ ജീവിതത്തിൽ നമുക്കിങ്ങനെ വന്നത് നമ്മുടെ തീരുമാനമാണ് റബ്ബിൻ്റെ. പിന്നെ എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. നമുക്ക് കല്യാണം കഴിക്കാൻ തോന്നിയാൽ നമുക്ക് കുടുംബക്കാരുണ്ട്, അവർ കഴിപ്പിച്ചോളും. നിങ്ങൾ നമ്മളെ കഴിപ്പിക്കണ്ട.
പിന്നെ എനിക്ക് അഹങ്കാരം കൂടിപ്പോയി എന്ന് കുറേ പറയുന്നുണ്ട്. അവൾക്ക് അങ്ങനെ കൂടിപ്പോയി, ഇങ്ങനെ കൂടി. എന്തിൻ്റെ പേരിലാണ് ഞാൻ അഹങ്കരിക്കുന്നത്? ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ട് വന്ന ഈ വേദനയും ദുഃഖം ഉണ്ടെങ്കിലേ അത് മതി ഇനിയുള്ള കാലം ജീവിക്കും. പിന്നെ റബ്ബിൻ്റെ തീരുമാനം. ഞാൻ ചെറിയ നേരം സാഹചര്യങ്ങൾ ഓർക്കും, പടച്ചോനെ മക്കൾക്കൊരു ഉപ്പ ഉണ്ടായിരുന്നു എങ്കിൽ എനിക്കിതുപോലെ കിടന്ന് എൻ്റെ സുഖം പറഞ്ഞാലും ദുഃഖം പറഞ്ഞാലും ഒരുത്തെ അവളെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല, എൻ്റെ വിധി ഇങ്ങനെയാണ്, എൻ്റെ തീരുമാനം ഇങ്ങനെയാണ്. അപ്പോൾ ഷാജിദായും നജിലായും തമ്മിൽ ഒരു വാക്ക് തർക്കങ്ങളും ഇല്ല. നമ്മൾ കമൻറ്റിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചതാണ് പരസ്പരം. ഒരാൾ മാത്രമല്ല, നമ്മൾ രണ്ടുപേരും. തെറ്റുകളൊക്കെ മനുഷ്യന് സംഭവിക്കും, അതെല്ലാം ഓക്കെയാണ്. കാരണം നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ ഇഷ്ടത്തിന് നടക്കാം. അത് എൻ്റെ കാര്യമാണ്. ഇപ്പം എനിക്ക് ഏത് മോഡലിലെ വസ്ത്രം ധരിക്കാം, എനിക്ക് എന്ത് വേണമെങ്കിലും. നാളെ റബ്ബിൻ്റെ കോടതിയിൽ കണക്ക് പറഞ്ഞാൽ മതി. നിങ്ങൾ ജഡ്ജിമെൻറ്റ് തീരുമാനിക്കേണ്ട. നിങ്ങളുടെ ഈ 95 പേരും നമ്മളായിട്ട് കുത്തി നോവിക്കുമ്പോൾ 5 പേരുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഉമ്മമാർ. എൻ്റെ ചാനലിലൂടെ സത്യം പറഞ്ഞ ഷാജി കാരണമാണ് ഞാൻ റീച്ചായത്. അള്ളാഹു സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയണത്. കാരണം ഷാജി പറഞ്ഞു മസ്റൂറ ഫാത്തിമ, അപ്പം ആ ചാനൽ കാണാം. അന്നത്തെ എൻ്റെ ദുഃഖവും ഇന്നത്തെ എൻ്റെ അവസ്ഥയും വെച്ചിട്ട് പകൽ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കറിയാമോ? ഇന്നെനിക്കെല്ലാം പറയാം. എൻ്റെ ഉമ്മയും ബാപ്പയും മുറ്റത്താണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് അൽഹംദുലില്ലാ വീടായി, ബന്ധുക്കളെല്ലാം സപ്പോർട്ട് ചെയ്തു, ആരും എന്നെ കളഞ്ഞില്ല. എൻ്റെ ബന്ധുക്കളെല്ലാം സാക്ഷിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതമാർഗം, എൻ്റെ ജീവിത അവസ്ഥ എല്ലാം കണ്ടത് യൂട്യൂബിലൂടെയാണ് അവർ. ഞാൻ ഒരു ബന്ധുക്കളെയും കോണ്ടാക്ട് എങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. പിന്നെയാണ് എൻ്റെ ഉമ്മച്ചീമ്മ പറഞ്ഞിട്ടൊരു വീടും കാര്യങ്ങളും. ഞാൻ അള്ളാനെ സാക്ഷി നിർത്തി പറയുകയാണ്, എനിക്ക് ആയുസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വളർത്താൻ പറ്റും. പിന്നെ ഇരക്കല് കാര്യങ്ങൾ, ഒരു വീടിന് വേണ്ടി സഹായം ചോദിച്ചു തന്നവർ ഒരുപാട് പേരുണ്ട്. ഭക്ഷണത്തിന് തന്നവരുണ്ട്, ഇപ്പോഴും ഭക്ഷണത്തിന് തരുന്നവരുണ്ട്, വസ്ത്രത്തിന് തരണവരുണ്ട്, മക്കളെ സ്നേഹിക്കുന്നവരുണ്ട്, ഫോൺ കോൾ വിളിക്കുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചോദിക്കുന്നവരുണ്ട്. നീ മക്കളെ CBSE തന്നെ പഠിപ്പിക്ക്, അല്ലെങ്കിൽ മുത്തുമോനെ നീ കൂടുതൽ പ്രസ് ചെയ്ത് കൊണ്ടുപോവാ. എനിക്ക് വേറെ ഒന്നും ഈ ദുനിയാവിൽ എനിക്കൊന്നും നേടാനില്ല. എൻ്റെ ഈ പൊന്നു 3 മക്കൾ മാത്രം. പിന്നെ നിനക്ക് മാത്രമേ ഉള്ളാടി ഈ മക്കൾ, എനിക്ക് മാത്രമല്ല. കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നാണ്. കാരണം ഇവരെ ഞാൻ അത്രയും കരുതലും സ്നേഹത്തിലുമാണ് ഞാൻ വളർത്തുന്നത്. പിന്നെ ദേഷ്യപ്പെടും, ചില സമയങ്ങളിൽ കൊട്ട് കൊടുക്കും. അതൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ രീതിയിൽ ഞാൻ നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ മക്കൾ നല്ലത്, നന്മ എന്ന് മാത്രമേ ഉള്ളൂ. മസ്റൂറ മോള് തന്നെ പരീക്ഷയ്ക്കിരുന്ന് പഠിക്കുമ്പം അത്രയും നേരവും ഞാൻ കൂടെ ഇരിക്കും, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കും. കാരണം എന്താണ്, എൻ്റെ മക്കളെ ഒരു സുഖവും സന്തോഷവും മാത്രമേ ഉള്ളൂ. പിന്നെ എന്നെ മക്കളെ മനസ്സിലാക്കുന്ന ഒരാൾ നാളെ വന്ന് അല്ലെങ്കിൽ വരും എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടേ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കുള്ളൂ. അല്ലാതെ എനിക്കായിട്ട് പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കാനോ ഒന്നിനും പറ്റില്ല. ഞാൻ മാത്രമല്ല, ഞാൻ അന്നത്തെ പോലെ അല്ല. എനിക്ക് തീരുമാനം എടുക്കാനും ഹൈർ ഏത് ഷർ ഏതെന്ന് തീരുമാനിക്കാനും എനിക്ക് പറ്റും. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നിങ്ങളെ റമദാനൊക്കെ ഞാൻ ഒരുപാട് പേരെ വ്ളോഗുകൾ കാണുന്നുണ്ട്. അൽഹംദുലില്ലാ നല്ല സന്തോഷം. പിന്നെ എൻ്റെ ഉപ്പയ്ക്ക് വയ്യാത്തതുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ട്. പിന്നെ എൻ്റെ മുത്തുമോനും മിച്ചുമോനും മസ്റുമോളും അല്ലെങ്കിൽ ഷംസുവും അതൊക്കെ എൻ്റെ ചാപ്റ്റർ അങ്ങനെ നടക്കുന്നതാണ്. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ എൻ്റെ ജീവിതം വെച്ചിട്ട് നിങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കി വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഒരു കാര്യം ആലോചിക്കണം, നിങ്ങളുടെ മുറ്റത്തും ഒരേ ദുഃഖങ്ങൾ വരും. കാരണം നിങ്ങൾ പറഞ്ഞു, നന്മ രീതിയിൽ പറഞ്ഞു, നിങ്ങൾ തെറ്റായ രീതിയിൽ കാണുന്നതും സംസാരിക്കുന്നതുമാണ് തെറ്റ്. കാരണം എന്ന് വെച്ചാൽ ഈ മക്കളെ വളർത്തിയെടുക്കാൻ ഞാൻ ഈ ഭൂമിയിൽ എനിക്ക് അള്ളാഹു ആയുസിട്ട കാലം ജീവിച്ചേ പറ്റുള്ളൂ. കാരണം ഇവരെ വളർത്തിയെടുക്കണം, എനിക്ക് വസ്ത്രം കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം, കയറി കിടക്കാതെ അൽഹംദുലില്ലാഹ്. അതിലൊക്കെ ഞാൻ റബ്ബിനെ സ്തുതിക്കുന്നുണ്ട്. അസൂയയ്ക്കും കുശുമ്പിനൊന്നും മരുന്നില്ല മക്കളെ. നിങ്ങളുടെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റബ്ബ് ഒരുവൻ. ഈ റമദാൻ എനിക്ക് അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഉപ്പാൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എപ്പോഴും ഈ സിറ്റൗട്ടിൽ വരുമ്പോൾ ആ കസേരയിൽ എൻ്റെ ഉപ്പ കാണുന്നതാണ്. എൻ്റെ ഉപ്പ ഹോസ്പിറ്റലിലാണ്. ഒന്നിൻ്റെയും പേരിൽ ആരും അഹങ്കരിക്കേണ്ട. പിന്നെ ഒരുപാട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം ചോദിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. എൻ്റെ റബ്ബ് എനിക്ക് വരുത്തി വെച്ച വിധിയാണ് എൻ്റെ ഇത്. ഞാൻ ഈ മക്കളെ പഴിചാരിയിട്ടില്ല, ഈ മക്കളെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഞാൻ എങ്ങും കൊണ്ട് ആരെയും മുമ്പ് കളഞ്ഞിട്ടില്ല. ഞാൻ മുണ്ട് മുറുക്കി തന്നെയാണ് എൻ്റെ മക്കളെ വളർത്തിയത്. പിന്നെ ഒരുപാട് കരങ്ങളെ സഹായങ്ങൾ അൽഹംദുലില്ലാ. ഞാൻ അതിനെ റബ്ബിനെ ഞാൻ 1000 തവണ സ്തുതിക്കുന്നു. പിന്നെ സിലൂത്ത ചെയ്ത വീഡിയോ ഒരുപാട് പേര് ഏറ്റെടുത്ത് ഫേസ്ബുക്കിലൊക്കെ മില്യൺ ആൾക്കാരാണ് കണ്ടതെന്ന് തോന്നുന്നു. ഷെയറും കാര്യവും ഒരുപാട് പേര്. ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബിനെക്കാട്ടി സപ്പോർട്ട് ഫേസ്ബുക്കിലുണ്ട്. അൽഹംദുലില്ലാ.
ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. പാവവും പണക്കാരും എല്ലാവരും സഹായിച്ച് അവരെ പെരുവഴിയിലാക്കാതെ അങ്ങനെ ഒരുപാട് പേർക്ക് സഹായങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നുണ്ട്. കാരണം വാടക വീട്ടിൽ കിടക്കുന്ന അവസ്ഥ അവനവനിക്കേ അറിയത്തുള്ളൂ, അതിൻ്റേതായ ദുഃഖം. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ദുആ ചെയ്യണം, ഉപ്പാക്ക് വേണ്ടി മെയിനായിട്ട് ദുആ ചെയ്യണം. പിന്നെ മക്കൾക്കും നമുക്കും എല്ലാം നമ്മളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഈ തള്ളി പറഞ്ഞവരെയും പരിഹസിച്ചവരെയും അതുവരെ മുമ്പ് എനിക്ക് അഹങ്കാരത്തിലെ ജീവിതമല്ല, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി അങ്ങ് ജീവിച്ചു പോകുന്നുണ്ട്. എൻ്റെ മക്കൾ എനിക്ക് എപ്പോഴും വലുതാണ്, അതാണ് എൻ്റെ സന്തോഷം. ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.